അതുപോലെ ആവറേജ് മൈലേജ് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് സിറ്റി ആവറേജ് നമുക്ക് മൈലേജ് പറഞ്ഞാൽ 21 കിലോമീറ്റർ വരെ നമുക്ക് ഓട്ടോമാറ്റിക്കിന് അത്രയും വില കുറഞ്ഞിട്ടുണ്ട്. ഒരു ഇത്രയും വെസ്റ്റീവ് സെഗ്മെന്റ് ആണ് വരുന്നത്. പിന്നെ പ്ലസ് GSTയുടെയും ഓൺറോഡ് 95 വരെ നമുക്ക് ഓൺറോഡ് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. പെർ ലാക്ക് നമുക്ക് 1000. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഹുണ്ടായി എക്സ്റ്ററിന്റെ ബേസ് മോഡലിന്റെ വിശേഷങ്ങളാണ്. നമ്മൾ ഓൾറെഡി ഈ വാഹനത്തിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം ഇറങ്ങിയപ്പോൾ. പക്ഷേ ഇപ്പം നമുക്കറിയാലോ GSTയുടെ പ്രൈസ് വന്നതിന് ശേഷം അത്യാവശ്യം നല്ലൊരു ഓഫറിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രൈസ് നമുക്ക് ഈ വാഹനം ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ പോപ്പുലർ ഹുണ്ടായുടെ ഭാഗത്ത് നിന്ന് കുറച്ചധികം നമുക്ക് ഓഫേഴ്സും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വന്നേക്കണത്, അതുപോലെ നമുക്ക് ഈ ബേസ് മോഡലിൽ വന്നേക്കണതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് പുല്ലുവഴി പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള പോപ്പുലർ ഹുണ്ടായിലാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് കിട്ടുന്നതാണ്. ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് അറിയാം നല്ല രീതിയിൽ ഇപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ GSTയുടെ പ്രൈസ് വന്നതിന് ശേഷം അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്റ്ററിന്റെ ഭാഗത്തേക്ക് വന്നാലും എങ്ങനെയുണ്ട് സെയിലും കാര്യങ്ങളൊക്കെ? ചേട്ടാ, നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എക്സ്റ്ററിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ഒരു ബൂമാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നേക്കുന്നത്. പ്രത്യേകിച്ച് GSTയുടെ എമൗണ്ട് കുറവ് വന്നു. പിന്നെ അതേപോലെ ഓഫർ പ്ലസ് ദീപാവലി ഓഫർ, ഓണം ഓഫർ, ഇങ്ങനെയുള്ള എല്ലാ ഓഫേഴ്സും വന്നപ്പോൾ നല്ല രീതിക്കുള്ളൊരു മാർക്കറ്റിൽ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഇപ്പോൾ എല്ലാ വെഹിക്കിൾസും വരുന്നത്. ഇപ്പം ഹുണ്ടായുടെ ഇത് നോക്കിയാൽ പോലും ഫസ്റ്റ് സെഗ്മെന്റ് വരുന്നതാണ് ഈ മോഡൽസ്. ഇപ്പൊ എക്സ്റ്റർ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു XUV സെഗ്മെന്റിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു മോഡലാണിത്. നമുക്ക് 1.2 എഞ്ചിനിൽ 4 സിലിണ്ടർ എഞ്ചിനിൽ വരുന്ന ഒരു മോഡലാണിത്. ഇതിന് തന്നെ ഈ GST പ്രൈസ് പറഞ്ഞപ്പോൾ നല്ല രീതിക്കുള്ള മാർക്കറ്റ് വന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും. ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇപ്പൊ എക്സ്റ്ററിന്റെ EX ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇപ്പൊ GSTയുടെയും അതുപോലെ ഈ ദീപാവലി ഓഫർ വന്നപ്പോൾ കുറവ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 7,60,000 രൂപ ഓൺറോഡ് ഇറക്കാൻ പറ്റും. ഓൺറോഡ് പ്രൈസ് ആണ്. ഓട്ടോമാറ്റിക് അതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക്കിന് അത്രയും വില കുറഞ്ഞിട്ടുണ്ട്. ഒരു ഇത്രയും വെസ്റ്റീവ് സെഗ്മെന്റ് ആണ് വരുന്നത്. പിന്നെ പ്ലസ് GSTയുടെയും പ്ലസ് ഓണത്തിന്റെ ഓഫർ എന്ന് പറയുമ്പോൾ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് ഇത്. AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. 1.2 എഞ്ചിനിൽ AMT ഗിയർ ബോക്സ് വന്നു. നമ്മുടെ ഹുണ്ടായുടെ ഫസ്റ്റ് മോഡലാണിത് ഇത്രയും പ്രൈസ് കുറഞ്ഞതിൽ കിട്ടുന്നത്. ഇതിന്റെ അടുത്താണ് നിയോസ് വരുന്നത്. പക്ഷെ നമുക്ക് ബേസ് മോഡൽ കുറവായിരുന്നു ഇപ്പൊ ഈ ഒരു വരുന്നത്. അപ്പൊ ഞാൻ ഡൗട്ട് ചോദിച്ചു, നമുക്ക് മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പ്രൈസ് കുറഞ്ഞേക്കണം? മാനുവലിലേക്ക് വന്നാലും നമുക്ക് മാനുവൽ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ഒരു 7,30 റേഞ്ചിലാണ് നമുക്ക് മാനുവൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്കതൊരു 6,80 റേഞ്ചിലായിട്ട് നമുക്ക് ഓൺറോഡ് ഇറക്കി തരാൻ പറ്റും. ഇപ്പോഴത്തെ നിലവിലെ പ്രൈസ്, നിലവിൽ GST കുറഞ്ഞിട്ടും അതുപോലെ ദീപാവലിയുടെ ഓഫർ വന്നിട്ടാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് ഇറക്കി കൊള്ളാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും വില കുറഞ്ഞിട്ടുണ്ട്. അതാണ് മാർക്കറ്റിൽ അത്രയും രീതിക്കുള്ള ഒരു എഫക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത്രയും സെയിലും അത്രയും ഡിമാൻഡും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് എല്ലാ മോഡലും. ഇപ്പം നമുക്ക് എക്സ്ട്രാ നോക്കിയാൽ പോലും നമുക്ക് ഏകദേശം ഒരു ഓട്ടോമാറ്റിക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6-7 വേരിയൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ പോലും എല്ലാത്തിനും ഇപ്പോൾ ടോപ്പ് എൻഡ് ആക്കിയാൽ പോലും ടോപ്പറിന് വില അത്യാവശ്യം നല്ല രീതിക്ക് താന്നുണ്ട്. അപ്പൊ അത് എപ്പോഴും നമുക്ക് നിൽക്കുന്നത് നമ്മുടെ ആ ഒരു മാർക്കറ്റിനെ, കാരണം അത്രയും ബൂം മാർക്കറ്റിൽ വന്നുകൊണ്ട് അത്രയും സെയിൽ നമുക്ക് ഇന്നാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ദിവസവും ബുക്കിങ്സും അതുപോലെ എല്ലാ ദിവസവും ഡെലിവറിയും പോകുന്നുണ്ട് വെഹിക്കിൾസ്. അതാണ് ഞാൻ പറഞ്ഞപ്പോ നമ്മളിന്ന് നോക്കുന്നത് എക്സ്ട്രാ EX ഓട്ടോമാറ്റിക് ആണ്. ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് 3 കളേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക്കിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. മാനുവലിൽ നോക്കുമ്പോൾ നമുക്ക് ഒറ്റ കളർ വരുന്നുള്ളൂ, വൈറ്റ് കളർ. ഈ ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഉണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്, പിന്നെ സ്റ്റാറി നൈറ്റ് കളർ ഉണ്ട്. ഈ 3 കളറാണ് നമുക്ക് ബേസ് മോഡൽ അവൈലബിൾ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ജസ്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം. ഓൾറെഡി ചെയ്തേക്കണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വോക്കറൗണ്ട് പോലെ നമുക്ക് പറയാം. ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു SUV സെഗ്മെന്റിൽ വരുന്നതാണ് ആ ഒരു വലിയൊരു വിൻഷീൽഡ് വരുന്നത്. അത് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു വ്യൂ, ഇപ്പോൾ നമുക്ക് ആ ഒരു റോഡിലായിട്ട് നല്ലൊരു വ്യൂ വരുന്നുണ്ട്. പ്ലസ് ഇപ്പം കസ്റ്റമർക്കാണെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഡ്രൈവിംഗ് സീറ്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇരുന്നാൽ പോലും ഫ്രണ്ട് ലുക്ക് നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് എല്ലാം ബോണറ്റ് സഹിതം എല്ലാം കാണാൻ പറ്റും. പിന്നെ ഒരു വലിയൊരു ബോണറ്റിന്റെ ഭാഗമാണ് നമുക്ക് വരുന്നത്. ഇപ്പം നമുക്ക് എക്സിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അതൊരു പുതിയ ഹുണ്ടായുടെ ഒരു ഇതുപോലെയാണ് വരുന്നത്, കാരണം ഒരു പഞ്ചിങ് ആയിട്ടുള്ള ലോഗോ ആണ് വരുന്നത്. ഇപ്പോൾ ഹുണ്ടായുടെ ലോഗോ തന്നെ. പിന്നെ അതിൽ എക്സ്റ്റർണൽ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഇപ്പം നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ആ ഒരു DRLൻ്റെ ഷേപ്പ് വരുന്നത് ഒരു ഡമ്മി പോലെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് മോഡൽ വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് താഴത്തേക്ക് കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് കാണാൻ പറ്റും. ഹെഡ് ലാമ്പിൽ നമുക്ക് ഹാലജൻ ബൾബാണ് വരുന്നത്. ഹാലജൻ നമുക്ക് LED ആക്കണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഷോറൂമിൽ തന്നെ ചെയ്ത് തരും, ഇത് വാറണ്ടി അടക്കം. പിന്നെ ഒരു ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ ഒരു സിൽവറിൻ്റെ പോർഷൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ആ ഒരു ബമ്പറിൻ്റെ ആ ഒരു ഫിനിഷും ഫിറ്റ് ആൻഡ് ഫിനിഷ് ബ്ലാക്കാണ് വരുന്നത്. നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പിനോട് ചേർന്നാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മസ്കുലർ ലുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നല്ല എക്സ്റ്ററിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബിഗ് XUVയുടെ ഒരു ലുക്കാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ആ ഒരു റോഡ് പ്രസൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആ ഒരു പോർഷൻ ഫ്രണ്ടിലത്തെ പോർഷൻ ആ ഒരു ബ്ലാക്കിൻ്റെ ഫിനിഷ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു റണ്ണിങ് ബോർഡ് പോലെ നമുക്ക് ആ ഒരു ലുക്കിൽ SUVയുടെ ലുക്കിൽ തന്നെ നമുക്ക് പോകുന്നുണ്ട്. ഇപ്പം നിലവിൽ ആ ഒരു ഷേപ്പ് തന്നെ
പിന്നെ അതേപോലെ നമുക്ക് ടയർ സൈസ് കാണാൻ പറ്റും. ടയർ സൈസ് നമുക്ക് 14 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. ഇതിനടുത്ത് വരുമ്പോൾ തൊട്ട് നമുക്ക് 15 ഇഞ്ച് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. 15 ഇഞ്ച് വിത്ത് സ്റ്റൈൽഡ് സ്റ്റീൽ വീലാണ് കാണിക്കുന്നത്. ഞാനൊരു മോഡൽ കാണിച്ചു തരാം. അതേപോലത്തെ വീൽസാണ് സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. പ്ലസ് നമുക്ക് ആ ഒരു മിററിൻ്റെ കവർ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കവറാണ് വരുന്നത്. ഞാനീ പറയുന്ന സ്റ്റാർട്ടിങ് മോഡൽ ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. അത്രയും ഇത് സെക്കൻഡ് വേരിയൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി കളർ തന്നെയാണ് എല്ലാ ഇതും വരുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽ ബ്ലാക്ക് വരുന്നു. പിന്നെ അതിൽ വീൽ ബേസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സ്റ്റൻ്റെ വീൽ ബേസ് നോക്കി കഴിഞ്ഞാൽ 2450 mm ആണ് നമുക്ക് വീൽ ബേസ് വരുന്നത്. ഈ സെഗ്മെൻറ്റിലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീൽ ബേസാണ് വരുന്നത്. ഈ വീൽ ബേസ് പോകുന്നത് നമുക്ക് ഉള്ളിൽ സ്പേസ് കൂടുകയാണ് ചെയ്യുന്നത്. ഉള്ളിലെ ലെഗ് റൂമും അതുപോലെ ലെഗ് റൂമൊക്കെ കൂടുകയാണ് ചെയ്യുന്നത് മറ്റേ പാസഞ്ചേഴ്സ് തമ്മിലുള്ള. പിന്നെ അതേപോലെ നമുക്ക് ഫ്യൂവലിൻ്റെ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 37 ലിറ്ററാണ് നമുക്ക് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പ്ലസ് നമുക്ക് ഇന്നത്തെ CNG ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് CNGയുടെ നമുക്ക് ടാങ്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് നിറയ്ക്കുന്നതൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അതിന് നമുക്ക് 8 കിലോ ടാങ്കൊക്കെ ഉണ്ട്. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്ന 1631 mm ആണ് നമുക്ക് ഇതിൻ്റെ വരുന്നത്. പിന്നെ അതുപോലെ ലെങ്ത്ത് വരികയാണെങ്കിൽ നമുക്ക് 3815 ആണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് എക്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ. നമുക്ക് ഇനി റിയറിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഇപ്പോൾ ഹുണ്ടായുടെ ഒരു H എന്നുള്ള ഷേപ്പിലാണ് നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒരു ലുക്ക് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ഇത് ലുക്കൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഹുണ്ടായുടെ എംബ്ലം കാണാൻ പറ്റും. പിന്നെ അതൊരു ബ്ലാക്ക് തീമാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു റിയർ സൈഡിലൂടെ നിങ്ങൾ ബ്ലാക്ക് തീം വരും. പ്ലസ് ഇവിടെയും അതുപോലെ H ഷേപ്പാണ് വരുന്നത്. പിന്നെ സെൻസേഴ്സ് കാണാൻ പറ്റും. റിയർ പാർക്കിംഗ് സെൻസർ 2 നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ എക്സ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ്ങും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അത് ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു SUVയുടെ തന്നെ ആ ഒരു ലുക്കിലാണ് നമ്മൾ ആ ഒരു സ്കിപ്പ് പ്ലേറ്റ് എന്ന് കഴിഞ്ഞാൽ ഒരു സിൽവർ കളറിൽ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു തുറന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. 391 ലിറ്ററോളം നമുക്ക് ബൂട്ട് സ്പേസ് തന്നെ വരുന്നുണ്ട് എക്സൻ്റെ വരികയാണെങ്കിൽ. പിന്നെ നമുക്കിപ്പോൾ CNG ഉള്ള വെഹിക്കിളാണെങ്കിൽ നമുക്ക് CNG ടാങ്ക് ഇവിടെ വരും. ഇതിനകത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നോർമൽ CNG ഉള്ളതുകൊണ്ട് അതുപോലെ ഡുവൽ CNG ഉള്ളതാണ്. ഡുവൽ CNG വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ടാങ്ക് വരും. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നോർമൽ വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് CNGയുടെ കിറ്റ് ഉണ്ടാവില്ല. നോർമൽ വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു സ്പെയർ വീലായിരിക്കും ഇവിടെ വരുന്നത്. മറ്റേ CNG നോക്കി കഴിഞ്ഞാൽ ടാങ്ക് വരും. 8 കിലോയുടെ ടാങ്ക് 2 വരും ഡുവൽ CNG. ഇപ്പോൾ 2 ടാങ്ക് വരും. നോർമൽ സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് ഓവർനായിട്ട് തന്നെ ഇവിടെ നമുക്ക് വരും. പിന്നെ നമുക്ക് ഇവിടെ പാർസൽ ഫിൽറ്റർ നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റും. പിന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ്. സീറ്റ് 2 നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് സീറ്റ് 2 അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൊത്തം നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു 2 പേരെ യാത്ര ചെയ്യണമെങ്കിൽ ഫുൾ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നല്ല രീതിക്കുള്ള ലഗേജ് വെച്ച് നമുക്ക് സ്റ്റോറേജ് തന്നെയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സൈഡിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പറയാൻ വിട്ടുപോയത്. ഏകദേശം 155 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഹൈറ്റ് വരുന്നത്. നോക്കി കഴിഞ്ഞാൽ SUV സെഗ്മെൻറ്റിൽ നല്ല രീതിക്കുള്ള മറ്റേ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു നല്ല വലിയ കുഴികളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചടിച്ചാൽ പോലും താഴെ മുട്ടൂല. നമുക്ക് ഇൻറ്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ തന്നെ നമുക്ക് 2 പവർ വിൻഡോ, ഫ്രണ്ട് 2 ഡോറും പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് വരുന്നത്. പിന്നെ കീ ആണെങ്കിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ ആ ഒരു സെൻട്രൽ ലോക്കിൻ്റെ ഫോൾഡബിൾ കീ ആണ് വരുന്നത്. പിന്നെ അതുപോലെ സ്റ്റിയറിംഗിൽ നമുക്ക് MID കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റിയറിംഗിൽ തന്നെ അതിൻ്റെ കൺട്രോൾസ് വരുന്നത്. ആവറേജ് മൈലേജ് കാണാനായിട്ട്. പിന്നെ അതുപോലെ ആ ഒരു സ്റ്റിയറിംഗ് വീൽ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡലാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് സിസ്റ്റവും അതുപോലെ കൺട്രോൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ സിസ്റ്റം അഡീഷണൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 15,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം എടുത്ത് കിട്ടും. പിന്നെ അതുപോലെ സ്പീക്കർ അതിനുള്ള അഡീഷണൽ വരും. അത് നമ്മൾ ഷോറൂം തന്നെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമുക്കിനകത്ത് മാനുവൽ AC ആണ് വരുന്നത്. അതിൻ്റെ ബ്ലോവറൊക്കെ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റ് നമുക്ക് വരും. പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ട്രാൻസ്മിഷൻ്റെ ആ ഒരു പ്രീമിയം ലുക്ക്, അതിൽ തന്നെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അങ്ങനെ 3 മോഡ്സാണ് വരുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ മാനുവലായിട്ട് ഇട്ടിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും. മാനുവലായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഫ്രണ്ടിലേക്കും അതുപോലെ ഡൗണും, അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. 2 കപ്പ് ഹോൾഡറിൻ്റെ ഒരു പോർഷൻ വരും. പിന്നെ അത്യാവശ്യം നല്ല ഡാഷ്ബോർഡ് ആണെങ്കിലും നല്ല രീതിക്കുള്ള സ്പേസിങ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു വെള്ളം വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഡോർ പാഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു 1 ലിറ്റർ വെക്കാനും പാകത്തിന് നമുക്ക് സ്പേസ് വരുന്നുണ്ട്.
പിന്നീട് നമുക്ക് പറയാനായിട്ട് നമുക്ക് ആ ഒരു സീറ്റിന്റെ തന്നെ ഒരു ക്വാളിറ്റിയാണ്, അതിന്റെ കംഫോർട്ടൊക്കെയാണ് നമുക്ക് പറയുന്നത്. കാരണം SUV സെഗ്മെന്റ് നല്ല രീതിക്കുള്ള കംഫോർട്ടാണ് എക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ നമുക്ക് തരുന്നത്. കാരണം ഇപ്പൊ നോക്കി അറിയാൻ പറ്റും, നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഹൈറ്റ് കുറഞ്ഞവർക്ക് പോലും നമുക്ക് നല്ല രീതിക്ക് വിസിബിലിറ്റി വരും. ഇപ്പോൾ ഒരു ഫ്രണ്ട് ബോണറ്റ് കണ്ട് ഓടിക്കാനുള്ളൊരു അത്രയും ഫീച്ചർ നമുക്കൊരു ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു സീറ്റിൻ്റെ കുഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഫാബ്രിക് സീറ്റാണ് വരുന്നത് ബേസ് മോഡലിൽ. നമുക്ക് അത് സെക്കൻഡ് വേരിയൻ്റ് ഹാഫ് മറ്റേ ലെതർ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. നമുക്ക് ആ ഒരു സീറ്റിംഗ് ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഒരു കംഫോർട്ട്, ഇപ്പോൾ ഡ്രൈവർക്കാണെങ്കിലും കോ ഡ്രൈവർക്കാണെങ്കിലും നല്ലൊരു സൈഡ് സപ്പോർട്ടും അതുപോലെ നല്ലൊരു സീറ്റിംഗ് കംഫോർട്ട് കിട്ടുന്ന രീതിയിലാണ് എക്സറിൻ്റെ സീറ്റ് വരുന്നത്. നമുക്കിനി റിയർ സീറ്റിലിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ സ്പേസ്, ഞാൻ ഈ വീൽ ബേസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെയാണ് അതിൻ്റെ സ്പേസിൻ്റെ കേസ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലോട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ സ്പേസ് വേണ്ടോ, ലെഗ് സ്പേസ് തന്നെ നമുക്ക് വരുന്നുണ്ട് ഇത്രയും. പിന്നെ അതുപോലെ തൈ സപ്പോർട്ട് നല്ല ഒരു ഇപ്പോൾ ലോങ് റൈഡ് ആണെങ്കിൽ പോലും നമുക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു തൈ സപ്പോർട്ട് നമുക്ക് വലിയ നടുവേദന എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് സപ്പോർട്ടിനകത്ത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു ബാക്കിലായിട്ട് ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ടോ. അപ്പോൾ നമുക്ക് എക്സറിൻ്റെ ബേസ് മോഡൽ തൊട്ട് നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ പോലും ഇത് തല മേളിൽ ഇടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെഡ് റൂമും വരുന്നുണ്ട്. പിന്നെ കംഫോർട്ട്, ഇപ്പോൾ ലോങ് റൈഡ് ആകുമ്പോൾ നല്ല കംഫോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മളിപ്പം അത്യാവശ്യം വാഹനത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഓടിച്ചിട്ട് ജസ്റ്റ് അങ്ങ് പറഞ്ഞു ഉണ്ടാവുന്നുള്ളൂ. മെയിനായിട്ട് നമുക്ക് അറിയേണ്ട പ്രൈസ് ഓൾറെഡി ചെയ്തേക്കുന്ന വീഡിയോ ആണ്. അതെ, പ്രൈസ് ആയിരുന്നു അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൈസ് ആയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി എനിക്ക് അറിയാനുള്ള അതിന്റെ മൈലേജിന്റെ കാര്യത്തിലും പിന്നെ അങ്ങനെ സർവീസിന്റെ കാര്യത്തിലും നമുക്ക് വാറണ്ടിയുടെ കാര്യത്തിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറിയാനുള്ളത്. അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാവും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ വാറണ്ടി പറയാം. 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 7 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് വാറണ്ടിയുടെ പാക്കേജ് ഉണ്ട്. പ്ലസ് നമുക്ക് സർവീസ് പാക്കേജ് ഉണ്ട്. SOT എന്ന് പറഞ്ഞാൽ നമുക്ക് തേയ്മാനം സംഭവിക്കുന്ന ഭാഗങ്ങൾക്കുള്ള പാക്കേജ് നമുക്ക് വരുന്നുണ്ട്. അത് ഹ്യുണ്ടായി പോലുള്ള ബ്രാൻഡ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് SOT എന്ന് പറഞ്ഞ പാക്കേജാണ് വരുന്നത്. അതും 5 വർഷം നമുക്ക് എടുക്കാൻ പറ്റും. ബ്രേക്ക് പാഡ്, ബൾബ്, ഫ്യൂസസ്, വൈപ്പർ ബ്ലേഡ് അടക്കമുള്ള ഫീച്ചർ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു പാക്കേജ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ആവറേജ് മൈലേജ് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് സിറ്റി ആവറേജ് നമുക്ക് മൈലേജ് പറഞ്ഞാൽ 21 കിലോമീറ്റർ വരെ നമുക്ക് ആവറേജ് കിട്ടുന്നുണ്ട്. കസ്റ്റമർക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ട്രാഫിക് ഇപ്പോൾ ലോങ് പോകുന്ന കസ്റ്റമർക്കാണെങ്കിൽ 21-22 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ മാനുവലാണെങ്കിൽ ഇപ്പോൾ ഒരു 23 റേഞ്ച് നമുക്ക് മാനുവൽ കിട്ടും. കാരണം അത് 4 സിലിണ്ടർ വണ്ടി ആയതാണ്. 1.2 ലിറ്ററിലെ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയായതാണ് അത്ര മൈലേജ് കിട്ടുന്നത്. നമ്മുടെ തന്നെ സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് എക്സ്റ്റർ. അപ്പോൾ അത്ര മൈലേജ് തന്നെ കിട്ടുന്നത്. അതാണ് നമ്മൾ ഉറപ്പായിട്ട് ആ മൈലേജ് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോൺ ഫെസിലിറ്റി നോക്കിയാൽ പോലും നമുക്ക് മാക്സിമം ഓൺ റോഡ് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. ഓൺ റോഡ് 95 വരെ നമുക്ക് ഓൺ റോഡ് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. പെർ ലാക്ക് നമുക്കൊരു 1650 തൊട്ട് പെർ ലാക്ക് EMI 7 ഇയറും, അതുപോലെ 5 ഇയർ ആണെങ്കിൽ 2250 പെർ ലാക്കിൽ നമുക്ക് EMIയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എല്ലാ ബാങ്ക്സും, നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും അതുപോലെ പ്രൈവറ്റ് ഫിനാൻസ് ബാങ്ക് ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ഇപ്പോൾ കസ്റ്റമറിന്റെ പ്രൊഫൈൽ വെച്ചിട്ടാണ് നമുക്ക് എല്ലാ രീതിക്കും നമുക്ക് ചെയ്യുന്നത്. ഓൺ റോഡ് ഫണ്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. 95 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു 50,000 രൂപ ഒക്കെ റേഞ്ചിൽ അടച്ച ചില കസ്റ്റമർക്ക് അത് മാക്സിമം ഫുൾ എമൗണ്ട് വരെ കിട്ടാറുണ്ട് കേട്ടോ. ഞാനത് മിനിമം ആണ് ഞാൻ പറഞ്ഞത്. ഒരു 50,000 ചോദിച്ചതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പലരും നമുക്ക് കമന്റ് ചെയ്യാറുള്ള കാര്യമാണ്. നമുക്ക് അല്ലെങ്കിൽ ഒന്ന് ജോബ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടേഴ്സിനായിരിക്കും, അങ്ങനെയൊക്കെയാണ് എത്ര പെർസെന്റേജ് കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് പ്രൂഫ് ഉണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസം സ്റ്റേറ്റ്മെന്റ്, ഒരു ഫോട്ടോ, ലാൻഡ് ടാക്സിന്റെ കോപ്പി. സാലറിഡ് ആയിട്ടുള്ള കസ്റ്റമർക്കാണെങ്കിൽ 6 മാസം സാലറി സ്ലിപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ITR ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 വർഷത്തെ ITR. ഈ രീതിക്ക് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് മതി ലോൺ ചെയ്യാനായിട്ട്. ഇപ്പൊ ചില കേസിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ലേഡീസ് ആണെങ്കിൽ പോലും 30 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ ഒരു ഗ്യാരണ്ടറും കൂടി വേണ്ടി വരും. ആ ഒരു ഫോർമാലിറ്റി മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട്. എല്ലാ വെഹിക്കിൾസിനും നമുക്ക് ഇതേ രീതിക്ക് തന്നെയാണ് ഓൺ റോഡ് 90-95 രീതിയിൽ നമുക്ക് ലോൺ ചെയ്യാനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സർവീസിന്റെ ഒരു കോസ്റ്റിലേക്ക് നമുക്ക് അതെല്ലാവരും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടത്തെ ഹ്യുണ്ടായി വെഹിക്കിൾസ് ആണ്. പണ്ടത്തെ ഹ്യുണ്ടായി വെഹിക്കിൾസ് എല്ലാവരും എബ്രോഡ് ഇപ്പോൾ നല്ല അത് ഇറക്കുമതി ചെയ്യാറുണ്ട്. പുറത്തെ കൺട്രീസിൽ നിന്ന് മേടിച്ചാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ചെന്നൈയിലാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ റേറ്റ് കുറവുണ്ട്, GST റേറ്റ് കുറവുണ്ട്, അതിന്റെ ടാക്സ് എമൗണ്ട് കുറവുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നോർമൽ രീതിക്ക് എമൗണ്ട് വരുള്ളൂ. അത് ഓയിൽ ചേഞ്ച് ചെയ്യാനും അതിന്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനും അതിന്റെ ലേബറൊക്കെ നമുക്ക് 30,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ ലേബർ എമൗണ്ട് ഒക്കെ. അതിന് ഉള്ളിലുള്ള 3 സർവീസ് ഫ്രീ ആണ്. അത് ലേബർ മറ്റേ പാർട്സ് എമൗണ്ട് മാത്രം നമ്മൾ മേടിക്കുന്നുള്ളൂ. അതിന് ലേബർ എമൗണ്ട് ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഒരു എക്സറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 3000 to 3500 ഉള്ളിലാണ് നമുക്ക് 1500-ന്റെ 10,000-ന്റെ 20,000-ന്റെ സർവീസിലെ എമൗണ്ട് വരുന്നുള്ളൂ. അത്രയും എമൗണ്ട് കുറവാണ് വരുന്നത്. പിന്നെ ഈ വാറണ്ടിയും അതുപോലെ എന്തെങ്കിലും പാക്കേജസ് എടുക്കുവാണെങ്കിൽ അത്രയും എമൗണ്ട് പോലും വരില്ല. ഇപ്പോൾ എന്തെങ്കിലും മാറട്ടെ, ലൈക്ക് SOT എന്ന പാക്കേജിൽ വൈപ്പർ ബ്ലേഡ് ഉണ്ട്. വൈപ്പർ ബ്ലേഡ് മാറുന്ന എമൗണ്ട് ഒന്നും അതിനകത്ത് വരില്ല, സർവീസിന് എമൗണ്ട് വരില്ല.
അതൊക്കെ നമുക്ക് ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും നമുക്ക് വാറണ്ടി പാക്കേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഗണനാഥൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്ററിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനാണെങ്കിലോ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലോ തീർച്ചയായും ബ്രോനെ കോൺടാക്ട് ചെയ്യാം. ജി എസ് ടിയുടെ വളരെ രീതിക്കുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. പ്ലസ് നമുക്ക് വണ്ടി സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് മാക്സിമം അവൈലബിലിറ്റി ഉണ്ട്, വണ്ടിക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഏത് വേരിയന്റ് ആണെങ്കിലും ഇപ്പൊ ബേസ് മോഡൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും ബേസ് മോഡൽ മാനുവൽ ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കാരണം അത്ര സ്റ്റോക്സ് നമുക്ക് പോപ്പുലറിന് അത്രയും സ്റ്റോക്സ് നമുക്ക് അവൈലബിൾ ആണ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഈ എക്സ്റ്ററിന്റെ കാര്യത്തിലല്ല കേട്ടോ, ഹുണ്ടായുടെ ഏത് കാറുകളുടെ നമ്മൾ എടുക്കാനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും അതുപോലെ പ്രൈസിന് എന്ത് കാര്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഷോറൂമിൽ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂര് പുല്ലുവഴി എന്ന സ്ഥലത്താണ് വരുന്നത്. പോപ്പുലർ ഹുണ്ടായുടെ വലിയൊരു ഷോറൂമാണ് വരുന്നത്. നമുക്ക് വണ്ടി ഡിസ്പ്ലേക്കും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സർവീസ്, ബോഡി പാർട്സ്, ക്ലെയിം വർക്ക്സ്, ഇതെല്ലാം മറ്റേ എല്ലാ ഫെസിലിറ്റിയും നമുക്കുള്ള ഷോറൂമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ചെറിയൊരു കാര്യമായിട്ട് പറഞ്ഞിട്ട്, നിങ്ങളൊരു ഹുണ്ടായുടെ എക്സ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും എല്ലാം അതൊരു ഉപകാരമായിട്ട് മാറും. ബ്രോ എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബ്രോ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.